ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗം ജലഗതാഗതം എന്ന ഏരിയയാണ്. അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും ജലഗതാഗത മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്ന ടോപ്പിക്ക്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വിട്ടുപോകരുതേ. നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. നമുക്കറിയാം, ജലഗതാഗതമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്നുള്ളത്, അല്ലേ? ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം ഏതാണ്? പലതവണ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യമാണിത്. 1986 ഒക്ടോബർ 27. 1986 ഒക്ടോബർ 27 ഇന്ത്യയിൽ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി രൂപീകൃതമായിട്ടുള്ള വർഷം. ഈ ഇൻലാൻഡ് ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എന്നത് ഉത്തർപ്രദേശിലെ നോയിഡയാണ്. ഉത്തർപ്രദേശിലെ നോയിഡ. അപ്പോൾ ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതെല്ലാം ഈ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 1 ആണ്. നാഷണൽ വാട്ടർവേ 1 അലഹബാദ്, ഹാൽദിയ എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ടാണ് നാഷണൽ വാട്ടർവേ 1 ഉള്ളത്. ഏകദേശം 1620 കിലോമീറ്ററാണ് നാഷണൽ വാട്ടർവേ 1ൻ്റെ ആകെ നീളമെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നാഷണൽ വാട്ടർവേ 2 ഏതാണ്? 2 എന്ന് പറയുമ്പോൾ സാദിയ, ധൂബ്രി. ധൂബ്രി ആസാമിലാണ്. സാദിയ, ധൂബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 2. ബ്രഹ്മപുത്ര നദിയിലാണ് നാഷണൽ വാട്ടർവേ 2 ഉള്ളത്. 891 കിലോമീറ്ററാണ് നീളം. നാഷണൽ വാട്ടർവേ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ദേശീയ ജലപാതയാണ്. കൊല്ലം, കോട്ടപ്പുറം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3 എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കോഴിക്കോടിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നുകൂടി ഈ നാഷണൽ വാട്ടർവേ 3 അറിയപ്പെടുന്നുണ്ട്. ചമ്പക്കര ഉദ്യോഗ മണ്ഡലം, ഇതിനിടയിലാണ് ഈ കനാലുകളെയാണ് ഇവ കണക്ട് ചെയ്യുന്നത്. ഈ 2 കനാലുകളാണ് കൊല്ലം, കോഴിക്കോട് നാഷണൽ വാട്ടർവേ 3 കണക്ട് ചെയ്യുന്നത്. നാഷണൽ വാട്ടർവേ 4 ഏതാണ്? 4 കാക്കിനഡ, പുതുച്ചേരിയാണ്. കാക്കിനഡ, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ നദികളിലായിട്ടാണ് ഈ ഒരു നാഷണൽ വാട്ടർവേ 4 ഉള്ളത്. നാഷണൽ വാട്ടർവേ 5 അഥവാ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എവിടെയാണ്? താൽച്ചർ, ധാമ്ര എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഒഡീഷയിലെ താൽച്ചറും അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ധാമ്ര എന്നീ 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ 5. ബ്രാഹ്മണി മഹാനദി 2 നദികളാണ്. 2 നദികൾക്കിടയിലാണ് ഈ ഒരു നാഷണൽ വാട്ടർവേ ഉള്ളത്. ഇനി നാഷണൽ വാട്ടർവേ 6 ഉണ്ട്. 5 വരെയാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. 6 കൂടി ഒന്ന് നോക്കി വയ്ക്കാം. ലക്കിപ്പൂർ, ഭാംഗ്ര എന്നിവയാണ് ബന്ധിപ്പിക്കുന്നത് നാഷണൽ വാട്ടർവേ 6. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകൾ. പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ പറഞ്ഞോളൂ. നാഷണൽ വാട്ടർവേ 1 മുതൽ 5 വരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോട്ട് ചെയ്ത് വെക്കുക. അതിൽ തന്നെ നാഷണൽ വാട്ടർവേ 3 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊല്ലം, കോഴിക്കോടിനെയാണ് കണക്ട് ചെയ്യുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് കനാലാണെങ്കിൽ നാഷണൽ വാട്ടർവേ 5 ആണ്. ഇനി നമുക്കറിയാം, കേരളത്തിലെ മേജർ തുറമുഖം നമ്മൾ കൊച്ചി എന്നാണ് ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിലവിൽ വന്നു, അല്ലേ? 2025 മെയ് 2 നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, അല്ലേ? അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് പറയാം. ഇനിയും അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരിലെ ഏഴിമലയിലാണ്. അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് കനാലും വെസ്റ്റ് കോസ്റ്റ് കനാലും ഓർത്തിരിക്കണം, മാറിപ്പോവരുത്. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? RK ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13 എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്, അല്ലേ? ഇപ്പോൾ 14ആയി. 2025 നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഓപ്പൺ ആയതോടുകൂടി 14 മേജർ തുറമുഖങ്ങളായി മാറി. ഓക്കെ, ഇനി മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് ആരാണ്? കേന്ദ്ര തുറമുഖ വകുപ്പാണ് മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മൈനർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് ആരാണ്? അതാത് സംസ്ഥാനങ്ങൾക്കാണ് മൈനർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്താനുള്ള ചുമതല. ഇനി ഇന്ത്യയിൽ സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ സമുദ്രതീരമുള്ള 9 സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത് മുതൽ പശ്ചിമ ബംഗാൾ വരെ നമുക്ക് നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം.
ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം അല്ലേ? അത് പശ്ചിമ തീര തുറമുഖങ്ങൾ വരുന്ന ഭാഗമാണ്. അത് സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങൾ. ഇനി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ ഈ ഭാഗത്ത് പൂർവ്വതീരത്തുള്ളതാണ്. പൂർവ്വതീര തുറമുഖങ്ങൾ വരുന്ന ഭാഗമാണിത്. അങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് സമുദ്ര തീരങ്ങൾ ഉള്ളത്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അങ്ങനെയാണ് ഈ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ളത് മഹാരാഷ്ട്രയിൽ. അതുപോലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ തമിഴ്നാടാണ്. മാറിപ്പോവരുത്. മേജർ തുറമുഖം ചോദിച്ചാൽ തമിഴ്നാടും, ഏറ്റവും കൂടുതൽ തുറമുഖം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം മഹാരാഷ്ട്രയുമാണ്. ഇനി നമുക്ക് പശ്ചിമ തീര തുറമുഖങ്ങൾ ഏതാണെന്നും പൂർവ്വ തീര തുറമുഖങ്ങൾ ഏതാണെന്നും നോക്കാം. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, പശ്ചിമ തീര തുറമുഖങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ പൂർവ്വ തീര തുറമുഖങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പശ്ചിമ തീര തുറമുഖങ്ങൾ നോക്കാം. ഏതൊക്കെയാണ്? കൊച്ചി, കേരളം അല്ലേ? വിഴിഞ്ഞം, കേരളം. ന്യൂ മാംഗ്ലൂർ, കർണാടക. ന്യൂ മാംഗ്ലൂർ, കർണാടക. മർമഗോവ, ഗോവയാണ്. ഓക്കെ, ഇനി ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എവിടെയാണ്? നവശേവ എന്നറിയപ്പെടുന്നതാണ്. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ മുംബൈ പോർട്ട് മഹാരാഷ്ട്രയിലാണ്. ഇനി കാണ്ട്ല പോർട്ട് എവിടെയാണ്? കാണ്ട്ല പോർട്ട് അല്ലെങ്കിൽ ദീൻ ദയാൽ പോർട്ട് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കറാച്ചി തുറമുഖമായിരുന്നു. നമുക്ക് ഇന്ത്യ പാക് ഡിവിഷൻ്റെ സമയത്ത് വരെ കറാച്ചി തുറമുഖമായിരുന്നു ഈ ഗുജറാത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ പാക് ഡിവിഷൻ വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ പശ്ചിമ തീരത്തുള്ള ആ ഒരു തുറമുഖം നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? കറാച്ചി പാകിസ്ഥാനിലായിപ്പോയി. അപ്പോഴാണ് നമുക്ക് ഈ ദീൻ ദയാൽ അല്ലെങ്കിൽ കാണ്ട്ല പോർട്ട് ഓപ്പൺ ആയത് ഗുജറാത്തിൽ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പൂർവ്വതീര തുറമുഖങ്ങൾ നോക്കാം. പൂർവ്വതീര തുറമുഖം എന്ന് പറയുമ്പോൾ അവിടെ ചെന്നൈ പോർട്ടുണ്ട് തമിഴ്നാട്ടിൽ. പിന്നെ അതുപോലെ കാമരാജൻ പോർട്ടിൻ്റെ വേറൊരു പേരാണ് എണ്ണൂർ തുറമുഖം. പഴയ പേരാണ് എണ്ണൂർ തുറമുഖം. അത് തമിഴ്നാട്ടിലാണ്. അതുപോലെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശാണ്. പാരദ്വീപ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പാരദ്വീപ് പോർട്ട് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്? ഒഡീഷയിലാണ്. ഓക്കെ, കൊൽക്കത്ത, ഹാൽഡിയ പശ്ചിമ ബംഗാളിലാണ്. കൊൽക്കത്ത, ഹാൽഡിയ പശ്ചിമ ബംഗാളിലാണ്. പിന്നെ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അതുപോലെ VO ചിദംബനാർ തുറമുഖം അല്ലെ തൂത്തുക്കുടി തുറമുഖം എന്നൊക്കെ ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. നമ്മൾ പഠിച്ചല്ലോ, മേജർ തുറമുഖങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ VO ചിദംബനാർ തുറമുഖം അല്ലെ തൂത്തുക്കുടി തുറമുഖം തമിഴ്നാട്ടിലാണ്. അതുപോലെ ചെന്നൈ പോർട്ട്, പിന്നെ കാമരാജൻ പോർട്ട്, ഇത് മൂന്നും തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങളാണ്. പിന്നെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലും പാരദ്വീപ് ഒഡീഷയിലുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ വാധ്വാനിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആഴക്കടൽ തുറമുഖമാണ് വാധ്വാൻ തുറമുഖം. പേര് ഓർത്ത് വയ്ക്കുക. വാധ്വാൻ തുറമുഖം മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള ഒരു ആഴക്കടൽ തുറമുഖമാണ് ഈ വാധ്വാൻ. മഹാരാഷ്ട്രയിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ നമ്മുടെ പോർട്ട് ബ്ലെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. പോർട്ട് ബ്ലെയർ അല്ലേ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള പൂർവ്വതീര തുറമുഖത്തുള്ള ഒരു പോർട്ടാണെന്ന്. അതിന് 2017 മേജർ പോർട്ട് എന്നൊരു പദവി നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2025 പരീക്ഷകൾക്കെല്ലാം ചോദ്യസാധ്യത ഏറെയുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെക്കുറിച്ച് നോക്കാം. 2025 മെയ് 2 നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. 2023 ഷെൽ ഹുവ 15 എന്ന ആദ്യ കപ്പൽ ഇവിടെ എത്തുകയുണ്ടായി. 2023 രണ്ടാമതായി വന്നത് ഷെൻഹുവ 29 എന്ന കപ്പലാണ്. അങ്ങനെ 2024 ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു. അത് സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പലാണ്. 2025 ഏപ്രിലിൽ വന്ന മറ്റൊരു കപ്പലാണ് MSC തുർക്കിയെ. ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഷെൻഹുവ 15, ഷെൻഹുവ 29 ഇത് ആദ്യം വന്നിട്ടുള്ള കപ്പലുകളാണ്. അത് കഴിഞ്ഞ് വന്ന ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ളത് 2024. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഏപ്രിൽ വന്ന ഏറ്റവും വലിയ ഒരു കപ്പലിൽ പെട്ട ഒന്നാണ് MSC തുർക്കിയെ എന്ന് പറയുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഏത് താലൂക്കിലാണെന്നൊരു ചോദ്യം LGS ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര താലൂക്കാണ്. അതുപോലെ ഇതിൻ്റെ കരാർ കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പാണ്. 60 വർഷത്തേക്കാണ് അവർ ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിൻ്റെ ലൊക്കേഷൻ കോഡ് നോക്കണം. ആദ്യം
INNYY1 എന്നുള്ള ലൊക്കേഷൻ കോഡാണ് കൊടുത്തത്. അതായത് ഇന്ത്യ നെയ്യാറ്റിൻകര 1 എന്ന രീതിയിൽ INNYY1 എന്ന കോഡാണ് ആദ്യം കൊടുത്തത്. എന്നാൽ നിലവിൽ ആ കോഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ INTRV01 എന്നുള്ളതാണ് കോഡ്. അതായത് ഇന്ത്യ ട്രിവാൻഡ്രം 01 എന്ന രീതിയിലാണ് നിലവിലെ ലൊക്കേഷൻ കോഡ് INTRV01. ഓക്കെ, ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ CEO ആണ് ശ്രീകുമാർ കെ നായർ. ഇതൊരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ആദ്യ തുറമുഖ പദ്ധതി. ഇനി ഇന്ത്യൻ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇന്ത്യൻ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇന്ത്യൻ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ഈ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിലടുപ്പിക്കുകയുണ്ടായി. അത് ഏതൊക്കെയാണ്? 2025 ജനുവരിയിലാണ്. അത് ഏതൊക്കെയാണ്? ടൈഗർ, സുജിൻ, സോമിൻ എന്നിങ്ങനെ 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് അടുപ്പിക്കുകയുണ്ടായി. 2025 ജാനുവരിയിലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി 3 ചരക്ക് കപ്പലുകൾ ഒരുമിച്ച് ബർത്തിലടുപ്പിച്ചു. അവയാണ് ടൈഗർ, സുജിൻ, സോമിൻ. ഇനി മറ്റൊരു പോയിന്റ്, കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പലാണ് MSC വിവിയാന എന്ന കപ്പലാണ് കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പൽ. അപ്പോൾ നമ്മളിത് കമ്മീഷൻ ചെയ്ത ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കണം. 2025 മെയ് 2 നരേന്ദ്രമോദിജിയാണ് നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സീ പോർട്ടുകളുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. പിന്നെ ഈ LGSനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സ്ഥലം ഏതാന്ന്? അലാങ് എവിടെയാണ്? ഗുജറാത്തിലാണ് അലാങ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കുന്ന കേന്ദ്രമാണ് അലാങ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഭാഗത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.